പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവീകമായ ഒരു ആനന്ദം നിങ്ങൾക്കുണ്ടാവട്ടെ, ഒരു പോസിറ്റീവ് എനർജി. ആ പോസിറ്റീവ് എനർജിയുടെ പേരാണ് ദൈവം. ദൈവമാകുന്ന പോസിറ്റിവിറ്റി നിങ്ങളിലെല്ലാം നിറയട്ടെ. നിങ്ങളിന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും, നിങ്ങളുടെ യാത്രകളിലും, നിങ്ങളുടെ ചിന്തകളിലും എല്ലാം ദൈവം നിറയട്ടെ, ദൈവസ്നേഹം നിറയട്ടെ. കാരണം ഇന്ന് ആഗമന ചിന്തയായിട്ട് അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ദൈവികാനന്ദത്തെക്കുറിച്ചാണ്. കർത്താവ് ഈ ക്രിസ്മസിന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നത് ആനന്ദമായിട്ട്. ആനന്ദം വചനം പറയുമല്ലോ, ലൂക്ക 1:33, യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അതായത് കർത്താവ് രാജാവാ. അവൻ്റെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഒരു ആനന്ദം ഉണ്ടാവും. സന്തോഷമല്ല, അത് ഭൗതികമായൊരു ടൈമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആനന്ദം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സ്വർഗീയ ആനന്ദം എന്നൊക്കെ പറയില്ല, ആനന്ദം ഉണ്ടാവും. കർത്താവ് ആനന്ദമായിട്ടാണ് ഭൂമിയിൽ വന്നത്. അന്ധകാരത്തിൽ കിടന്നിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു എന്നാണ് പറയും. ആനന്ദമാണ്. അവൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിലൊക്കെ അടുത്തു വന്ന വ്യക്തികൾക്കൊക്കെ, രോഗികൾക്കും പിശാചബാധിതർക്കും പാപികൾക്കും സമൂഹം അടിച്ചമർത്തിയവർക്കും മാറ്റി നിർത്തിയവർക്കൊക്കെ ആനന്ദം കൊടുത്തു എന്നുള്ളതാണ്. സ്വർഗത്തിൻ്റെ ആനന്ദം. ആ സ്വർഗത്തിൻ്റെ ആനന്ദമാണ് നമ്മൾ ഈ ക്രിസ്മസിന് അനുഭവിച്ചറിയുക. വചനം പറയുന്നുണ്ട്, സങ്കീർത്തനം 16:11, അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലത്ത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. വചനം പറയുന്നത് കേട്ട്, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. പൂർണ്ണത, ആനന്ദത്തിൻ്റെ പൂർണ്ണത ഒരിടത്ത് മാത്രമേ ഉള്ളൂ. അത് കർത്താവിൻ്റെ ചാരെ അണയുമ്പോഴാ, അവൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴാ. ആ കാലിത്തൊഴുത്തിൽ പിറന്ന ശിശുവിനെ നമ്മൾ കരങ്ങൾ കൊണ്ടെടുത്ത് ഹൃദയമാകുന്ന പുൽത്തൊട്ടിയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ആനന്ദം ഉണ്ടാവുക. അതല്ലെങ്കിൽ ആനന്ദം ഉണ്ടാവില്ല. ഈ ലോകത്തിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് അവസാനം എവിടെയെന്നില്ലാതെ ജീവിതം ഇങ്ങനെ തീരും. പക്ഷേ ഈ പൂജരാജാക്കന്മാരും ഈ ആട്ടിടയന്മാരും ഒക്കെ നക്ഷത്രം കണ്ടില്ലേ? ആ ദൈവമാകുന്ന സന്തോഷത്തിൻ്റെ നക്ഷത്രം, ആനന്ദത്തിൻ്റെ നക്ഷത്രം കണ്ടെത്തുന്നവനാ ജീവിതം ആസ്വദിക്കുക. അപ്പോൾ ആനന്ദം ഉണ്ടാവട്ടെ, ദൈവിക ആനന്ദം നമ്മളിലെല്ലാം നിറയട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ എൻ്റെ ആനന്ദമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.